വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത സീസൺ ISLലേക്ക് ഐ ലീഗിൽ നിന്നും ഏത് ടീമായിരിക്കും കടന്നു വരിക, ഏത് ടീമിനാണ് കൂടുതൽ സാധ്യത, അതുപോലെ തന്നെ ഏത് ടീമാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ നല്ലത്, എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് എന്ന് മാനിച്ചിട്ടുള്ള ഒരു ചെറിയ ഒപ്പീനിയൻ കണക്കിനുള്ള ഒരു വീഡിയോ ആണ്. സോ എനിക്കറിയാം ഈ ISL കാണുന്ന പകുതി മുക്കാൽ പേരും ഐ ലീഗ് കാണൂല. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ISL തന്നെയാണ്. വലിയ രീതിയിൽ ഫാൻ ബേസും കാര്യങ്ങളും ഇടാത്ത ഒരു ലീഗ് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഐ ലീഗ്. ബട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള കളിശൈലികൾ മുന്നോട്ട് വെക്കുന്ന കളിക്കാരുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ചർച്ചിൽ ബ്രദേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ റിയൽ കാശ്മീരിനെ പോലെയുള്ള ടീമുകളിലുള്ള കളിക്കാർ നല്ല കിടിലം പോലത്തെ പ്ലേയേഴ്സാണ്. ഇന്റർ കാശിയ പോലെയുള്ള ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ISLൽ, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പരിചയസമ്പത്തുള്ള പല താരങ്ങളും വിദേശ താരങ്ങളടക്കം ആ ലീഗിൽ, അതായത് ഐ ലീഗിൽ ഇന്റർ കാശിയിൽ കളിക്കുന്നുണ്ട്. സോ ഫോറിനേഴ്സ് പോലും അവിടെ കളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു കളിശൈലി കാണാൻ പറ്റുന്ന ഒരു ലീഗ് തന്നെയാണ് ഈ ഐ ലീഗ് എന്ന് പറയുന്നതും. ബട്ട് പലരും ഐ ലീഗ് കാണുന്നില്ല എന്നുള്ളതാണ്. സോ എൻ്റെ കാര്യം അതാട്ടോ, ഞാനും വലിയ രീതിയിൽ ഐ ലീഗോ കാര്യങ്ങളോ കാണാറില്ല. എന്നാലും ഗോകുലം, അതുപോലെ ചർച്ചിൽ ബ്രദേഴ്സ്, നമ്മൾ ഐസ്വാളിൻ്റെ ഒക്കെ പണ്ടത്തെ കളിയൊക്കെ കണ്ടിരുന്നു. ഇപ്പം ഞാനും അത് പാടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ISLലേക്ക് ആരായിരിക്കും ഇത്തവണ കടന്നു പോവുക, ആ ഒരു എൻട്രി, ISL എൻട്രി ആർക്കായിരിക്കും കിട്ടാനായിട്ട് പോവുക. ഇപ്പോൾ ഇതിൽ ഞാനൊരു വോട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാവരും ചെയ്യുക ഗോകുലം കേരളത്തിലായിരിക്കും. കാരണം അതിനാണ് കൂടുതൽ ഫാൻ ബേസ് ഉള്ളത്, നമ്മൾ കേരളക്കാരാണ്. പിന്നെ പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ പറയുന്നൊരു കാര്യമാണ് ഗോകുലം വരണം, എന്നാലേ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് കളി പഠിക്കുമോ എന്ന് പറയുന്നൊരു കാര്യം. ഇതൊരു സത്യാവസ്ഥമായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും എൻ്റെയും ഒരു അഭിപ്രായത്തിൽ ഗോകുലം വരട്ടെ എന്ന് ഞാനൊക്കെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സീസണിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രമാണിച്ച് ഇന്റർ കാശി വരട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സാധ്യത കൽപ്പിക്കുന്ന 4 ടീമുകളാണ്. ഒന്ന് ചർച്ചിൽ ബ്രദേഴ്സ്, ഇന്റർ കാശി, റിയൽ കാശ്മീർ ആൻഡ് ഗോകുലം കേരള. ഈ 4 ടീമുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിക്കുള്ള പോയിന്റ് വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഗോകുലം 19 കളികൾ കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചർച്ചിൽ ബ്രദേഴ്സും 19 മാച്ചുകൾ കളിച്ചിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്കും ഉള്ളത് 3 മത്സരങ്ങളാണ്. ഈ 3 മത്സരങ്ങളിലും വിജയിക്കുകയാണെങ്കിൽ, ഗോകുലം വിജയിക്കുകയാണെങ്കിൽ ഗോകുലത്തിന് കയറാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു ഐ ലീഗ് ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. മറുഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചർച്ചിൽ ബ്രദേഴ്സിനും ഇതുപോലെ തന്നെയാണ് കൂടുതൽ അഡ്വാൻറ്റേജ്. കാരണം ചർച്ചിൽ ബ്രദേഴ്സാണ് ഈ ഒരു സീസണിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഇതേ സമയം റിയൽ കാശ്മീരിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഇന്റർ കാശിയുടെയും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്കും ബെനിഫിറ്റ്സ് ആയിട്ടുള്ള, അതായത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്വാഡും സ്ട്രെങ്ത്തും എല്ലാം ഉണ്ട്. ഈ ലീഗിൽ ടേബിളിൽ ടോപ്പേഴ്സായിട്ട് ഫിനിഷ് ചെയ്യാനുള്ള കരുത്തുമുള്ള ടീമുകൾ തന്നെയാണ്. ഒരു പക്ഷേ ചർച്ചിൽ ബ്രദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 34 പോയിൻ്റാണ് ഇപ്പോൾ അവർക്കുള്ളത്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ളത്. ഇന്റർ കാശിക്കും അതുപോലെ തന്നെ 34 പോയിൻ്റ് ഉണ്ട്. റിയൽ കാശ്മീരിന് 32 പോയിൻ്റ് ഉണ്ട്. ഗോകുലം കേരളയാണ് അതിലും കുറച്ച് താഴത്ത് 31 പോയിന്റ് ഉള്ളത്. ഇനിയുള്ള 3 മത്സരവും ഗോകുലം കേരള വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോയിന്റ് കുറച്ചുകൂടെ ഇൻക്രീസ് ആയിട്ട് ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഗോകുലത്തിന് കയറാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇന്റർ കാശിയും അതുപോലെ തന്നെ റിയൽ കാശ്മീറും ചർച്ചിൽ ബ്രദേഴ്സും പരാജയപ്പെടുകയും ചെയ്യണം എന്നുള്ളതാണ് ഗോകുലത്തിന് കയറണം എന്നുണ്ടെങ്കിൽ. എന്നാൽ ഇതേ സമയം ചർച്ചിൽ ബ്രദേഴ്സിനും ഇന്റർ കാശിക്കും അത്ര വലിയ കടമ്പകൾ കടക്കാനില്ല. അവർക്കുള്ള കളികൾ വിജയിച്ച് കഴിഞ്ഞാൽ മതി. കാരണം കൂടുതൽ പോയിന്റോട് കൂടി മുന്നോട്ട് നിൽക്കുന്ന 2 ടീമുകൾ അവർ തന്നെയാണ്. ഈ സ്ക്വാഡും സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചർച്ചിൽ ബ്രദേഴ്സ് കുറച്ചുകൂടെ മുമ്പോട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. കാരണം നമുക്കറിയാം ഇപ്പോഴും കൊളംബിയയിൽ നിന്ന് വരുന്ന താരങ്ങളൊക്കെ ആ ഒരു ടീമിൽ കളിക്കുന്നുണ്ട്. എനിക്ക് പേരുകൾ എടുത്ത് പറയാനായിട്ട് കഴിയില്ല. ബട്ട് സ്റ്റിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഇന്റർ കാശി. നമുക്കൊക്കെ നോക്കിയാൽ മധ്യനിരയ്ക്ക് ജോണി കൗക്കിനെ പോലെയുള്ള താരങ്ങളുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല താരങ്ങളും ഇന്റർ കാശിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്റർ കാശി വരട്ടെ, അതില്ലെങ്കിൽ ചർച്ചിൽ ബ്രദേഴ്സ് വരട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. ഗോകുലം കേരള ഈ ഒരു സീസൺ വരണ്ട എന്നുള്ളതല്ല, എന്തായാലും ഈ സീസണിൽ ഈ 2 ടീം വരട്ടെ. ഈ 2ൽ ഏതെങ്കിലും ഒരു ടീം വരട്ടെ. അടുത്തറിയാലോ ഇന്റർ കാശിയുടെ കോച്ച് എന്ന് പറയുന്നത് ആന്റോണിയോ ലൂപ്പസ് ഹബാസാണ്. റിയൽ കാശ്മീരിന് നമ്മുടെ ഇഷ്ഫാഖ് അഹമ്മദൊക്കെയാണ്. സോ ഹബാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പെർഫെക്ഷൻ എത്രമാത്രമാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഈ ഒരു കോച്ചിങ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ് ISLൽ നിന്നുള്ള പല പ്ലേയേഴ്സും ഐ ലീഗിലേക്ക് വരുന്നത്, അതായത് ഇന്റർ കാശി ടോപ്പായി മാറുന്നത്. ഇത് ഹബാസിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടാകുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാകും. അതിലേക്കും ബൈ.